Hello friends, എല്ലാവർക്കും ടെക്നിക്കൽ വേഴ്സറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, അതായത് ഒരു 360 വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഒരു 360 വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, 360 വീഡിയോ എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി 360 വീഡിയോ എന്താണെന്ന്. ഇപ്പോൾ നിങ്ങളൊരു ഒബ്ജക്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കറക്കി ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതൊരു നിങ്ങളിങ്ങനെ ഫോണൊന്ന് ചിരിച്ചാലും അല്ലെങ്കിൽ ഫോണിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലും നമ്മളെ ബാക്കുള്ള സൈഡും എല്ലാ സൈഡും നിങ്ങൾക്ക് ഫോണിൽ ചുറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഒരു 360 വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇന്നങ്ങനെയല്ല ചെയ്യാൻ പറഞ്ഞത്. അതായത് നിങ്ങളൊരു 3D ഫോട്ടോ എടുത്തിട്ട് ആ ഒരു 3D ഫോട്ടോ ഒരു വീഡിയോൻ്റെ രീതിയിലാക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടോ ഒരു പ്ലാനറ്റിൻ്റെ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫോണിൽ നിന്ന് ഒരു 360 വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു 3D ഫോട്ടോ എടുക്കാൻ പറ്റും. ആ ഫോട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കധികം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കിട്ടുമോ. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും ഒരു ആപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. ഒരാപ്പല്ല, 2 ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് വേഗം പോയി ഡൗൺലോഡ് ഒന്നും ചെയ്യല്ല, കാരണം അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഒരു ആപ്പ് ഉണ്ട്, ആ ഒരു ആപ്പിൻ്റെ പേര് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്നാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഞാനൊന്ന് സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ആക്കാണ്. അപ്പോൾ 1 minute guys. 3, 2, 1. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് മാറിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻ്റർഫേസ്. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എല്ലാ ഫോണിലും കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. റേഞ്ച് കുറവാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ താഴെയായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. താഴെയായിട്ട് നിങ്ങൾക്കൊരു ക്യാമറേൻ്റെ ഐക്കൺ കാണാം. ആ ഒരു ക്യാമറേൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഫോട്ടോസ്ഫിയർ എന്ന് കാണാൻ പറ്റും. ആ ഒരു ഫോട്ടോസ്ഫിയർ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷൻ എനാബിൾ ചെയ്യാൻ പറയും. കാരണം ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ സാധാരണ ഒരു മാപ്പിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ കാണും. നമ്മളൊരു ഏതെങ്കിലും സ്ഥലം സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3D ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ നിന്നാണ് എടുക്കുന്നത്, ഇതിൽ നിന്നാണ് പബ്ലിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാപ്പിലേക്ക് ഫോട്ടോ ഒക്കെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതിന് ഒന്ന് ലൊക്കേഷൻ എനാബിൾ ചെയ്യാൻ പറയും. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള പെർമിഷനും സ്റ്റോറേജ് പെർമിഷനും ലൊക്കേഷൻ പെർമിഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, ഒരു റെഡ് കളറിൽ. അവർ പറയുന്നുണ്ട് ഒരു ചുറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പൺ ക്യാമറ എന്നൊരു താഴെയായിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആ ഓപ്പൺ ക്യാമറ നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. നിങ്ങളെ ഫോണിൽ ഈ 3D എന്ന് പറയുക, അതായത് 3D ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീച്ചർ വേണം. അതിനുള്ളൊരു ഫീച്ചർ വേണം. അത് എൻ്റെ ഈ ഫോണിലില്ല. ഈ ഫോണ് സാംസങ് ഗാലക്സി J4 Core ആണ്. ഈ ഫോണിൽ ആ ഒരു ഫീച്ചർ ഇല്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ഫോണുണ്ട്, അതിൽ ആ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ നിങ്ങൾ ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ കിട്ടുന്നില്ല എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ഒരു ഡിവൈസ് എടുത്തിട്ട്, ഒരു ഫോൺ എടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ ഇപ്പോൾ ഈ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ എടുത്തിട്ട് അതിൽ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഓപ്പൺ ആക്കുക. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻ്റർഫേസ് ഇവിടെ ഫോട്ടോസ്ഫിയർ എന്ന് കാണാം. ആ ഒരു ഫോട്ടോസ്ഫിയർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ഇവിടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ടാവും. ക്യാമറയിൽ ആ ഒരു ഡോട്ട് കാണാം, ആ ഒരു റൗണ്ട് കളറിൽ. അപ്പോൾ ആ റൗണ്ട് കളറിനനുസരിച്ച് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡോട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. ഡോട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ നിങ്ങളൊരു വെള്ള കളറായി മാറുന്നതാണ്. അതായത് നിങ്ങളെ ഫോണ് ഒരു റൗണ്ട് കളറ് ഒരു ഡോട്ടിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആകുന്ന രീതിയിൽ വെക്കുക. അങ്ങനെ റൊട്ടേറ്റ് മുഴുവനായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. കണ്ടില്ല, ഇങ്ങനെ ഓരോ ഭാഗം ആക്കുന്നതാണ്. ഇത് 3D രൂപത്തിൽ കണ്ടില്ല. ഇപ്പോൾ പകുതിയോളാക്കി ഇനി മുകൾ ഭാഗം, ഇങ്ങനെ താഴെ ഭാഗം, നിങ്ങളെ ചുറ്റുമുള്ളതൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരു പബ്ലിഷ് ചെയ്യും. ഒരു 2-3 മിനിറ്റ് ആവും. പബ്ലിഷ് ചെയ്യല്ല, സേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടും. അത് ഒന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടില്ല, എല്ലാം ഫുള്ള് ചുറ്റിൽ കാണുന്നുണ്ട്. നല്ല 3D രൂപത്തിൽ എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് മുകളിലോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് അവിടെ ഷെയർ ബട്ടൺ കാണാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലൂടെയോ മറ്റ് ഷെയർ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യാം. ഇവിടെ ഷെയർ പ്രൈവറ്റ്ലി ക്ലിക്ക് ചെയ്താൽ മതി.
ഇത് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ അതായത് വേറെ ഫോണിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ വാട്സപ്പിലൂടെ സേവ് ചെയ്യുമ്പം ഒരു പനോരമ രീതിയിലാണ് വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ 3D രൂപത്തിൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ഫോട്ടോ എടുക്കുക, ഫുൾ എടുക്കണം, നല്ല രീതിയിൽ തന്നെ എല്ലാം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കണം, കറക്റ്റ് എടുക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക. നിങ്ങളുടെ ഫോൺ സപ്പോർട്ട് ആകുന്നില്ല, മറ്റുള്ള ഫോണിൽ നിന്ന് എടുത്തിട്ട് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്ത് നിന്ന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്ത് നിങ്ങളൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ രണ്ടാമതൊരു ആപ്പ് ഉണ്ട്, തീറ്റ+ എന്നുള്ള ആപ്പ്. അത് നിങ്ങൾ ഡൗൺലോഡ് ആക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ആക്കുക. അത് നിങ്ങൾ ഡൗൺലോഡ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് എല്ലാ ഫോണിലും കിട്ടണമെന്നില്ല, ആ ഒരു ആപ്പും എല്ലാ ഫോണിലും സപ്പോർട്ട് ആണെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, തീറ്റ+ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ചിലപ്പോൾ സപ്പോർട്ട് ആകുന്നുണ്ടെങ്കിൽ തീറ്റ+ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ അവിടെ ഒന്നും കാണില്ല, അവിടെ ഒരു സംഭവം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ പോയാൽ ചിലപ്പോൾ വേണമെങ്കിൽ ഡിവൈസ് ഈസ് ഇൻ കോമ്പാറ്റിബിൾ എന്നൊക്കെ കാണും. അപ്പോൾ അത് സപ്പോർട്ട് ആകുന്നില്ല എന്നർത്ഥം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഫോണിൽ 3D ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞുള്ള ആപ്പ് സപ്പോർട്ട് ആകുന്നില്ല. പക്ഷേ ഈ ഫോണിൽ അത് സപ്പോർട്ട് ആകുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റില്ലെങ്കിലും ആപ്പ് സപ്പോർട്ട് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഷെയർ ഉണ്ടാവും, അവിടെ ഷെയർ ബട്ടൺ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഉണ്ടാവും. വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുന്നു അങ്ങനെ ഷെയർ ചെയ്യാം. എന്നിട്ട് ഫോട്ടോ ഷെയർ ചെയ്യാം. ഫോട്ടോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഈ രണ്ടാമത്തെ ഫോണില്ലേ, ഈ സപ്പോർട്ടായ ഫോൺ, അതിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലേക്ക് സെൻഡ് ചെയ്യുക. എന്നിട്ട് അത് ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കും, ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കിയാൽ തന്നെ അതിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോട്ടോ അതിലുണ്ടാവും. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ കാണില്ല. ഇപ്പോൾ ഒരു പനോരമ രീതിയിലാണ് ഒരു ഫോട്ടോ ഉള്ളത്. അപ്പോൾ ഞാനത് ഷെയർ ചെയ്തിട്ട് രണ്ടാമത്തെ ഫോണിൽ കണ്ടില്ല, തീറ്റ+ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. അപ്പോൾ ഇത് ഇതുപോലെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ കാണാം. അപ്പം ഫസ്റ്റ് ഓപ്പൺ ആക്കിയാൽ തന്നെ ആ ഒരു ഫോട്ടോ മുന്നിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ 316 ഫോട്ടോ ആണ്, 3D ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അടിയിലായിട്ടൊരു വയലറ്റ് കളറിൽ എഡിറ്റ് സ്റ്റിൽ ഇമേജ് എന്നാണ്. ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. കുറച്ചൊരു ലോഡ് ചെയ്തിട്ട് ഇതുപോലൊരു ബൗൾ രീതിയിൽ വരും. ഉള്ളൊരു ബൗൾ രീതിയിൽ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എഡിറ്റ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതായത് കണ്ടില്ലേ, പല രീതിയിൽ. ഇതൊന്നും ആനിമേഷൻ ഇല്ലാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആനിമേഷൻ കൂട്ടണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആനിമേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇപ്പം തന്നെ ഒരു ഹൊറിസോൺ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പം പല രീതിയിലും പല എഫക്റ്റുകളുണ്ട്, പല രീതിയിലൊക്കെയാണുള്ളത്. കണ്ടില്ലേ, ഒരു ടൈനി പ്ലാനറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഒരു ബൗളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് തിരിച്ചു പോലെ തന്നെ പോയി പോകുന്നതല്ലേ, ഒരു തലതിരിഞ്ഞിട്ടാണുള്ളത്. ഒരുപാട് രീതിയിൽ തന്നെ ഇതിൽ തന്നെ ഉണ്ട്, കാണാൻ പറ്റും. കണ്ടില്ലേ, അടിപൊളി സംഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ കണ്ടില്ല, അവിടെ ഒരു സ്പീഡിൻ്റെ ബട്ടൺ ഉണ്ട്. അത് നിങ്ങളിങ്ങനെ എനിക്ക് കൊടുത്താൽ സ്പീഡ് ഇങ്ങനെ കൂടി വരുന്നതാണ്. അടിപൊളിയായിട്ട് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ഒരു വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഒരുപാട് രീതിയിലുണ്ടല്ലേ, ബൗള് തലതിരിഞ്ഞിട്ട് അടിപൊളിയായിട്ട് വന്നിരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ ഫിൽറ്ററാണ്. ഫിൽറ്റർ കാണാൻ പറ്റും, പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പല ഫിൽറ്ററുകളുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് അടിപൊളി ഫിൽറ്ററുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് അടിയിൽ അപ്പുറത്തായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, വേറൊരു ഫിൽറ്ററിലാണ് ഉള്ളത്. അപ്പോൾ അത് വലിയൊരു രസമില്ല, ഞാൻ നോൺ തന്നെ എടുത്തു. അപ്പോൾ മൂന്നാമത് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എനിക്ക് മാറ്റാൻ പറ്റും. ബ്രൈറ്റ്നസ്, വാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, സാച്ചുറേഷൻ, ഷാഡോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ലെൻസിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അത് റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത്, റേഷ്യോ ഇല്ലേ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ 4:16:9 നമ്മളെ യൂട്യൂബിൽ. അപ്പോൾ ഒരുപാട് രീതിയിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഫോട്ടോ രീതി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ അതായത് ഇതുപോലെ അങ്ങനെ തന്നെ സേവ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ സേവ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് 360 വീഡിയോ ആണല്ലേ. അപ്പോൾ 16:9 ഒരു റേഷ്യോയിലാണ് ഞാൻ ഈ വീഡിയോ കാണല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലൊരു വയലറ്റ് കളർ ഒരു ടിക്ക് ബട്ടൺ കാണാം. ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലായിട്ട് ഒരു ഷെയർ ബട്ടൺ കാണാം. ആ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സേവ് ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് സേവ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം, ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാലും അതുപോലെ തന്നെ ഈ ഫോട്ടോ ഞാൻ പറഞ്ഞൊരു 3D ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെ കാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ബ്ലർ ചെയ്യണമെങ്കിൽ അതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ബ്ലർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ ഫോണിൽ ആ ഒരു വീഡിയോ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് നിങ്ങളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തതാണെങ്കിൽ വാട്സപ്പ് കൂടി ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് സപ്പോർട്ടാകുന്ന ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വാട്സപ്പ് കൂടി ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ കംപ്രസ് ചെയ്യും. സാധാരണ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇതിൽ നിന്ന് ഷെയർ ചെയ്യുമ്പോൾ പനോരമ രീതിയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കംപ്രസ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് എടുത്തതിന് ശേഷം അവിടെ നിങ്ങൾ സാധാരണ ഡോക്യുമെൻറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല, അതുപോലെ ഡോക്യുമെൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഫോട്ടോ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെ ഫോണിൽ പിക്ചർ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. പിക്ചർ എന്നുള്ള ഫോൾഡറിൽ ഒരു പനോരമ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാകും. അതിലേക്ക് അത് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു 3D ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ അങ്ങനെ ഡോക്യുമെൻ്റ് ആയിട്ട് രണ്ടാമത്തെ ഫോണിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാം നിങ്ങളുടെ ഫോണിൽ ഒരു ഫോണിൽ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചൊരു നല്ലൊരു ഫോട്ടോ അല്ല, കുറച്ച് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ടും ഇത് ഈ പറഞ്ഞ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഞാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. കാരണം ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ആറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ എനിക്കൊരു ഉപകാരമാവും, അത് അവർക്കൊരു ഉപകാരമാവും. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.